മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ അധികകാലം ഈ ബന്ധത്തിൽ പോകുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ അങ്ങനെ പറയല്ലേ, കോൺഗ്രസ്സുകാർ നിങ്ങളെ തന്തയ്ക്ക് വിളിക്കും. സീരിയസ്ലി കോൺഗ്രസ്സുകാരുടെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം പറയും. നമ്മളിപ്പോൾ ഈ നിലമ്പൂർ ഇലക്ഷനായിട്ട് നടന്ന ചർച്ചകളെല്ലാം തന്നെ ഞാൻ സ്വരാജ് ജയിക്കുമെന്നോ 50 ജയിക്കുമെന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ബോധവും പറയാതെ ഇരുന്നത് ആര് ഏതാണ് ജയിക്കുമെന്ന് എനിക്ക് ധാരണയുണ്ട്. കാരണം നമ്മൾ പറഞ്ഞിട്ട് അത് വോട്ടിനെ സ്വാധീനിക്കേണ്ട, രണ്ടാൾ കേട്ടാൽ സ്വാധീനിക്കേണ്ട എന്നുള്ളതുകൊണ്ട്. എന്നിട്ട് നമ്മൾ തന്നെ കോൺഗ്രസിനെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ നെഗറ്റീവ് എന്നിട്ട് വെറുതെ ഇതിൻ്റെ അടിയിൽ വന്ന് ഒരു കാര്യമില്ലാണ്ട് അന്തയ്ക്ക് വിളിക്കുന്നതാണ് കോൺഗ്രസ്. അതെന്ന് വെച്ചാൽ പലപ്പോഴും ഈ സൈക്കോളജി പറയും, ലൈംഗികമായി ദുർബലനായവൻ ഏറ്റവും കൂടുതൽ അത് വൈകൃതമായി ഏത് സമയത്തും കാണിക്കുന്നത്. അതേപോലെയാണ് ഇവരുടെ കാര്യം. ഇവർ ദുർബലമായതുകൊണ്ട് ഇവരുടെ ശക്തി ഇവർ ഓൺലൈനിലാണ് വന്ന് തന്തയ്ക്ക് വിളിച്ച് കാണിക്കുന്നത്. നമുക്ക് തിരിച്ചു വിളിക്കാൻ നമ്മളായിട്ട് അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളൊന്ന് തന്തയ്ക്ക് വിളിക്കുകയാണ് റെഡി ചെയ്യുന്നത് കോൺഗ്രസ്സുകാർ. പിന്നെ നിങ്ങൾ വന്ന് ചോദ്യത്തിലേക്ക് വരും. ഈ കോൺഗ്രസും ഈ ലീഗും തമ്മിലുള്ള ബന്ധം ഒരു പരസ്പര സഹായ സഹകരണ ബന്ധമാണ്, സിംബയോസിസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ. ഒരു കോൺഗ്രസ് സ്വാതന്ത്ര്യാനന്തരം എന്ത് സംഭവിച്ചു തന്നാൽ കേരളത്തിൽ കോൺഗ്രസിനുണ്ടായിരുന്ന അപ്രമാദിത്യം തമിഴ്നാട്ടിലുണ്ടായിട്ട് പോലും കേരളത്തിൽ നഷ്ടപ്പെട്ടു. മലബാർ പ്രദേശം സോഷ്യലിസ്റ്റുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും കയ്യിലായി. ഏതാണ്ട് പാലക്കാട് വരെയുള്ള പ്രദേശങ്ങൾ. അവർ അത് നമ്മുടെ ദുൽഖറിൻ്റെ സിനിമ ഉണ്ടല്ലോ, ഞാനോ ഞാനെന്ന് തോന്നുന്നു സിനിമയുടെ പേര്, രഞ്ജിത്തിൻ്റെ പടം, അതിലത് കാണിക്കുന്നുണ്ട്. ഇവർ കർഷക സംഘങ്ങളൊക്കെ ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് എന്ത് ചെയ്തു വെച്ചാൽ അവിടെ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തതാണ്. അപ്പം പക്ഷേ മലബാറിൽ അവരുടെ ബെൽറ്റിൽ ലീഗ് വളരെ സ്ട്രോങ് ആയിരുന്നു. പക്ഷേ ലീഗ് അനാഥരായി. കാരണം ജിന്ന അവരെ കൂട്ടത്ത് കൂട്ടിയില്ല. അപ്പോൾ അവർ അന്നത്തെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് പിരിച്ചുവിട്ട് IUML എന്ന ദേശസ്നേഹികളായി മാറി. അതിൻ്റെ മദ്രാസിലും കായംകുളത്താണ് അതിൻ്റെ 2 സിറ്റിംഗ് നടന്നത്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന IUML ഉണ്ട്. പക്ഷേ അവർ മുമ്പ് വിഭജനത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ കൂട്ടാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു പ്രതിസന്ധി വന്നു. കോൺഗ്രസിന് ഒറ്റയ്ക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതുകൊണ്ട് കോൺഗ്രസ് ആദ്യം കോഴിക്കോട് കോർപ്പറേഷനിലും പിന്നെ ഇവിടെയൊക്കെ തന്നെ ലീഗിൻ്റെ സപ്പോർട്ട് നേടുകയുണ്ടായി. അത് അവർ മാത്രമല്ല, പിന്നെ CPM EMSൻ്റെ സപ്തകക്ഷി മുന്നണിയിലും ഉണ്ടായിരുന്നല്ലോ. പക്ഷേ CPMയുടെ കൂടെ അവർക്ക് പ്രവർത്തിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ലീഗ് ബേസിക്കലി മുസ്ലിം പാർട്ടിയാണ്. മുസ്ലിം എന്ന് വെച്ചാൽ വളരെ കേഡർ സ്വഭാവമുള്ളൊരു മതമാണ്. കമ്മ്യൂണിസ്റ്റുകാരും കേഡർ സ്വഭാവമുള്ളതാണ്. അപ്പോൾ 2 കേഡർമാർക്ക് ഒരുമിച്ച് കിടക്കാൻ ഭയങ്കര പാടാണ്. ഒരു കെട്ടിൽ നിയമങ്ങളുള്ളതാണ്. അപ്പോൾ അവർ കംഫർട്ടബിൾ ഈ കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാർ ഈ ഹിന്ദുക്കളെ പോലെയാണ്, പ്രത്യേക നിയമമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ കേഡറുമാണ്. അപ്പോൾ മാത്രമല്ല ഇവരുടെ വോട്ട് ഫിക്സഡാണ്. അപ്പോൾ കരുണാകരനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ കോൺഗ്രസിന് തന്നെ ഈ ബന്ധത്തിലൊരു മേൽക്കൈ ഉണ്ടായിരുന്നു. ഡോമിനൻ്റ് ആയിട്ടുള്ള നേതാക്കന്മാർ കോൺഗ്രസ് ഉണ്ടായിരുന്നു. കരുണാകരനെ പുറത്താക്കുന്നതിന് ലീഗിൻ്റെ പുതിയ ലീഡർഷിപ്പ്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ ലീഡർഷിപ്പ് ഉമ്മൻചാണ്ടി സാഹിബിനും കൂടി ഗൂഢാലോചന നടത്തിയില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ കരുണാകരൻ സാറിൻ്റെ അടുത്ത് പോയിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഒരു കാര്യം പറഞ്ഞ് സാധിപ്പിക്കാൻ പാടാണ്. കാരണം സീനിയോറിറ്റിയാണ്, പിന്നെ അങ്ങനെ താൻപോര്യമുള്ള നേതാവാണ്, നാഷണൽ ഫിഗറാണ്. പക്ഷേ ആന്റണി ഉമ്മൻചാണ്ടി സാറാണ് അവർക്കത് പറ്റും. അങ്ങനെയാണ് കേരളത്തിൽ കോൺഗ്രസിൽ നേതൃമാറ്റം ഉണ്ടായത്. ലീഗ് മാറി ചിന്തിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ലീഗിൽ പുതിയ ലീഡർഷിപ്പ് എന്നുള്ളത്. ആ സമയം തൊട്ട് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? ലീഗാണ്. അതുകൊണ്ടാണ് ആന്റണിക്ക് വേറെ ആന്റണി കൊണ്ട് ഗുണമൊന്നുമില്ല. ആന്റണി ചില സത്യങ്ങൾ വിളിച്ചത്. ഈ ന്യൂനപക്ഷ മറ്റേ പ്രസ്താവനയൊക്കെ ലീഗിൻ്റെത് വന്നത്, ലീഗിൻ്റെ തന്നെ ആന്റണിയുടെ വന്ന ആ സാഹചര്യത്തിൽ. അപ്പോൾ ആന്റണി ഒന്നും ചെയ്യില്ലെങ്കിൽ പോലും ഒന്നും ചെയ്യില്ല, നെഗറ്റീവായ കാര്യങ്ങൾ ആന്റണി ചെയ്യില്ല. അപ്പോൾ ആന്റണി പോരാൻ തോന്നിയപ്പോഴാണ് പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ കൊണ്ടുവന്നത്. ഉമ്മൻചാണ്ടി സാർ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ എടുക്കണമല്ലോ. അപ്പോൾ അന്നോട്ട് ലീഗ് തന്നെയാണ് ഫലത്തിൽ UDFിൻ്റെ കാര്യങ്ങൾ പ്രധാനമായും തീരുമാനിക്കുന്നത്. കോൺഗ്രസിൻ്റെ കാര്യം വരുമ്പോൾ അവർ കൈകടത്തില്ല, പക്ഷേ അത് UDFിനെ ബാധിക്കുമെന്ന് തോന്നുമ്പോൾ അവരൊരു അഭിപ്രായം പോയി. ഇതുകൊണ്ട് ലീഗിന് ഗുണമുണ്ടായി. ലീഗിന് 5 മന്ത്രിമാരെ കിട്ടിയതാണ് അതിൻ്റെ പരമാവധി. മലബാർ മേഖലയിൽ വലിയ വികസനം ഉണ്ടായി. മുസ്ലിങ്ങളുടെ പൈസ മാത്രം പോരല്ലോ. ഇപ്പോൾ UPയിലെ മുസ്ലിങ്ങളും ഗൾഫിലുണ്ട്, പക്ഷെ അവർക്ക് ഈ പുരോഗതിയില്ല. അതിന് കാരണം വെച്ചാൽ ചരിത്രപരമായ കാരണങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാന്നിധ്യമുണ്ട്, ലീഗിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെ കൃത്യമായിട്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, പിന്നെ അവരുടെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് റോഡുകൾ ഉണ്ടാക്കി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാക്കി, മുസ്ലിംസിന് ഡിഗ്നിറ്റി ഉണ്ടാക്കി കൊടുത്തു. അത് ലീഗിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, പിന്നെ ലീഗിന് ബേസിക്കലി അന്നും ഇന്ന് ലീഗിൻ്റെ നേതാക്കന്മാർ കച്ചവടക്കാരാണ്. നമ്മളിതുപോലെ തമാശ വെളുത്ത മുസ്ലിം കറുത്ത മുസ്ലിം, പൊതുവേ മലബാറിലൊക്കെയുള്ള തമാശ, വെളുത്ത മുസ്ലിങ്ങളാണ് ഈ മന്ത്രിയൊക്കെ സാധ്യത, കറുത്ത മുസ്ലിങ്ങളുടെ സാധ്യത വളരെ കുറവാണ്. അതവർ ഓപ്പണായി പറയില്ല, ഉള്ളിലുണ്ട്, അതവർക്ക് അറിയാം. എന്തുകൊണ്ട് ഈ രണ്ടത്താനി മന്ത്രിയായില്ല എന്ന് വെച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ. ചില ആളുകൾ പറയും അദ്ദേഹം കുറച്ച് ഡാർക്ക് ഷേപ്പ് എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ചില സാധനങ്ങളുണ്ട് അതിൽ. ഇപ്പം പക്ഷേ കുറച്ച് മാറുന്നു. അപ്പം ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യം 10 വർഷമായിട്ട് ഇപ്പം പുറത്താണ് ഇരിക്കുന്നത്.
മാത്രമല്ല ഇവിടെ UDF വഹിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു വിഭാഗം ക്രിസ്ത്യൻസ് ആയിരുന്നു. ക്രിസ്ത്യൻ നായർ മുസ്ലിം കൂട്ടുകെട്ടായിരുന്നു UDF. അത് നായേഴ്സിൽ നല്ലൊരു 30-45% BJPൻ്റെ ഭാഗമായിട്ട് പോയി, RSSൻ്റെ ഭാഗമായിട്ട് പോയി. 35% കൂട്ടാൻ നോക്കും, 30-35%. പിന്നെ അതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ CPM-മാരെ അവരെ കൂടെ കൂട്ടാൻ ഉള്ള പിണറായി വിജയൻ തന്ത്രം പറഞ്ഞു. അത് മാത്രമല്ല ലീഗിൻ്റെ അപ്രമാദിത്യം അവർക്ക് സഹിക്കാൻ പറ്റാതെ, മാത്രമല്ല അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്ന മാണി സാറും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറും അവരെ നേതാക്കന്മാർ, മാണി സാറാണ്, ഉമ്മൻചാണ്ടി സാർ അങ്ങനെയല്ല എങ്കിൽ പോലും അവരങ്ങനെ കരുതിയിരുന്നു. അവരൊക്കെ മരിക്കുകയും ചെയ്തതോടുകൂടി DM ജേക്കബ് ഇവർക്കൊരു വിലപേശലില്ലാതെ പോയി എന്നുള്ളൊരു തോന്നൽ വന്നു. ആ സമയം പിണറായി വിജയൻ നേരിട്ട് സഭാധ്യക്ഷന്മാരെ നേരിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ഇവർ രാഷ്ട്രീയക്കാരെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ക്രിസ്ത്യൻസ് കമ്മ്യൂണിറ്റി എന്തുണ്ടാകുന്നു, UDF ഉണ്ടാകുന്നു. അതാണ് ഈ തുടർഭരണം LDF-ന് കിട്ടാൻ ഒരു കാരണം. ഇപ്പം 10 വർഷമായി വെറുതെ പുറത്തിരിക്കുന്ന സമയത്ത് ലീഗിന് ഒരു ബിസിനസ്സുകാർ കൂടിയാണല്ലോ, കാര്യങ്ങൾ നടക്കണ്ടേ. അപ്പം ഈ തവണ കൂടി വരാൻ സാധ്യത ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ലീഗ് മുന്നണി വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ലീഗ് അങ്ങനെ സഹിക്കേണ്ട ആവശ്യം ലീഗിനില്ല. ഇത് എല്ലാം ഞാൻ നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്, അതിന് പിന്നിൽ നമ്മൾ സൗഹൃദമൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു കൊടുക്കൽ വാങ്ങൽ അതിൻ്റെ പിന്നിലുണ്ടാവും. പൊതുവെ മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ അതല്ലെങ്കിൽ കുടുംബ ബന്ധമായിരിക്കണം, അല്ലെങ്കിൽ പ്രണയബന്ധമായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഉന്നത സ്ഥാനീയരായ മനുഷ്യരായിരിക്കും. രാഷ്ട്രീയക്കാർ അങ്ങനെ ഒരു മുന്നണി മാറ്റത്തിന് അവർ തയ്യാറെടുക്കും. ഞാൻ ഒരു ഒറ്റ കാര്യം പറയാം. ഇപ്പം നമ്മൾ കേൾക്കുന്നത് വെച്ചാൽ 50 വിഷയത്തിൽ സതീശൻ ലീഗിനെ ചുടിപ്പിച്ചു എന്നാണ്. സത്യം എന്താ നമുക്കറിയില്ല, നമ്മൾ മീഡിയ വഴിയുള്ള ഇവരുള്ള ഞാൻ ഇവരൊന്ന് വിളിച്ച് ചോദിക്കാറ്. പല എനിക്ക് ലീഗിലും സുഹൃത്തുക്കളുണ്ട്, കോൺഗ്രസ്സിലും ഉണ്ട്, പക്ഷെ ഞാൻ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാറില്ല. എന്നോട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് കള്ളം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇപ്പോൾ ലീഗിൻ്റെ ഒരാളെ വിളിച്ച് എനിക്കത് എന്താണ് എടുക്കുക പ്രശ്നമെന്ന് ചോദിച്ചാൽ അങ്ങനെ സത്യം ഇപ്പം പറയാൻ പറ്റില്ല. അപ്പോൾ വിളിക്കുന്നത് ഞാനായതുകൊണ്ടും ഞാൻ വലിയ ആളായിട്ടല്ല, ഞാൻ അത്യാവശ്യത്തെ കാര്യങ്ങൾ അന്വേഷിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ആളായത്. മൂപ്പര് കള്ളം പറയാൻ മൂപ്പർക്ക് ബുദ്ധിമുട്ടുണ്ട്. അവന് മുസ്ലിമിന് കള്ളം പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം, ഞാൻ പരമാവധി കള്ളം പറയാനുള്ള സാഹചര്യം ഒഴിവാക്കുന്ന ഒരാളാണ് പരമാവധി. അപ്പം അത് ഞാൻ വിളിച്ചു ചോദിച്ചിട്ടില്ല. നമുക്ക് കുമ്പസരിക്കാനുള്ള പരിപാടിയൊന്നുമില്ല. നമ്മളെ വിചാരണ ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ കള്ളം പറഞ്ഞാൽ ഞായറാഴ്ച പോയി കുമ്പസരിച്ചാൽ മാവും. ഞങ്ങൾക്കതല്ല, ഞങ്ങൾ മരിച്ചിട്ട് പിന്നെ വെയിറ്റ് ചെയ്യണം. അവസാനം സ്വർഗത്തിലോ നരകത്തിലേക്കോ പോകുന്നതിന് മുമ്പാണ് ഈ വിചാരണ നടക്കുന്നത്. ഇത്രയും കാലം വെയിറ്റ് ചെയ്യാന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. കള്ളം പറയാൻ വലിയ പാടാണ്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പ്രശ്നം കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ ഇലക്ഷനിൽ UDF സ്ഥാനാർത്ഥി തോറ്റാൽ സ്വാഭാവിക സതീശൻ്റെ ഈ പാവവാന സതീശൻ്റെ പുറത്ത് വരും. പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ തോൽവി ആവർത്തിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അവർ UDF വിടാൻ സാധ്യതയുണ്ട്. അത് അവനെ കുറ്റം വന്നിട്ട് ഒരു കാര്യമില്ല. ആ രീതി കാര്യങ്ങൾ വിടാം. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ വെയിറ്റ് ചെയ്യും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ വെയിറ്റ് ചെയ്യും. ലീഗ് അങ്ങനെ മര്യാദകേട് കാണിക്കില്ല. ലീഗ് നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന പാർട്ടിയാണ്. മര്യാദകൾ അല്ലെ അവർക്ക് ഇപ്പോഴേ വിട്ടുപോകല്ലോ. അല്ല അങ്ങനെ മുന്നണി മാറേണ്ടി വരും. മുന്നണി മാറിയാൽ പോകുന്നത് നമുക്കറിയാം LDF-ലേക്കാണ്. ഈ LDF-ൽ ഈ ലീഗിൻ്റെ ബാർഗെയിനിങ് നടക്കും. ലീഗ് എന്ന് വെച്ചാൽ ലീഗ് വെറുതെ ഭാഗ്യം ചെയ്യുന്ന പാർട്ടിയല്ല. അവരേതാണ്ട് 20-22 സീറ്റിനാണ് മത്സരിക്കുന്നത്. 17 സീറ്റ് ഏറ്റവും നെഗറ്റീവ് സാഹചര്യത്തിൽ അവർ ജയിക്കും. അവരെ പെർസെൻറ്റേജ് സ്ട്രൈക്ക് റേറ്റ് ഏതാണ്ട് 80% മറ്റാണ്. കോൺഗ്രസിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 20% കേരളത്തിൽ. പക്ഷേ CPM-കാർ ആ ബാർഗെയിനിങ്ങിൽ അല്ല, CPM-മാർക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഈ CPI പോലെയുള്ള അവർക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട് ഇതിൽ. ഇവനൊക്കെ അങ്ങ് ഒഴിവാക്കി കളയാമല്ലോ. മലബാർ കോൺഗ്രസും CPM-ഉം കൂടി ഇന്ന് ലീഗും CPM-ഉം കൂടി ഇന്ന് പാലക്കാട് വരെയുള്ള ഏതാണ്ട് ഒരുവിധം സീറ്റുകളൊക്കെ ജയിക്കാൻ പറ്റും. പിന്നെ BJP ഇവിടെ എമേർജ് ചെയ്ത് വരണ്ടേ. സൗത്തിലോട്ട് തിരിച്ചടി ഉണ്ടാവും. കോൺഗ്രസിന് സാധ്യത BJP വരും. പക്ഷേ എങ്കിലും ഇവിടെ കുറച്ച് സീറ്റുകൾ CPM-ന് ജയിക്കാനും പറ്റും. അപ്പോൾ ലീഗിന് CPM-നെ സംബന്ധിച്ച് വളരെ സേഫ് ഗെയിമാണത്. അതിന് ഹിന്ദുക്കളുടെ മനസ്സിൽ നിന്ന് സെക്കുലറിസം പോകാൻ കുറച്ച് സമയം എടുക്കും. 10-15 വർഷമെങ്കിലും എടുക്കുമെന്ന് വിചാരിക്കുക. അന്നത്തെ BJP എമേർജ് ചെയ്ത് വരെ ആ സമയത്ത് കൂളായിരുന്ന് ഭരിച്ചൂടെ. ഹിന്ദുക്കൾ സെക്കുലർ ആയതുകൊണ്ടാണല്ലോ കേരളം സെക്കുലറായി നിൽക്കുന്നത്. ഹിന്ദുക്കളിൽ ഏതാണ്ട് 80% സെക്കുലറാണ്. മുസ്ലിങ്ങളിൽ ഒരു 50% സെക്കുലറാണ്. ക്രിസ്ത്യാനികളിൽ ഒരു 60-65% സെക്കുലറാണ്. പക്ഷേ സെക്കുലർ എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ മതവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിന്ദുക്കൾക്ക് അങ്ങനെ അല്ലല്ലോ. ഹിന്ദു സെക്കുലർ ആയതുകൊണ്ടാണ് കേരളം സെക്കുലർ ആയിരിക്കുന്നത്. ഹിന്ദു എന്ന് കമ്മ്യൂണലാവുന്നു. ഹിന്ദുക്കളെ ഹിന്ദുത്വം ഈ ചുളിവിൽ RSS-നെ കുറ്റം പറയുന്നതിന് ഹിന്ദുക്കളെ കുറ്റം പറയുന്ന സ്വഭാവം അവിടെ ഉണ്ട്. അത് ചിലർ രഹസ്യമായി പറയും, ചിലർ പരസ്യമായി പറയും. ഈ മണ്ടന്മാർക്ക് അന്നുകൂടെ അതായത് നിങ്ങൾക്ക് സെക്കുലറായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്, നിങ്ങൾ ആത്മാവിനത്തോട് ജീവിക്കാൻ പറ്റും ഹിന്ദു സെക്കുലറായിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.